നരേന്ദ്രമോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടന്ന ED റെയ്ഡ് കോൺഗ്രസിനെതിരെ വലിയ ആയുധമാക്കുകയാണ് CPIM. പ്രതികരിച്ച നേതാക്കളെല്ലാം കോൺഗ്രസ് BJP ഡീൽ ആരോപണം ഉന്നയിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPയുമായി ഡീലുണ്ടാക്കി, കേരളത്തിലാകെ ഡീലുണ്ടാക്കി, തൃശ്ശൂരിൽ പ്രത്യേക ഡീലുണ്ടാക്കി, BJP ജയിപ്പിച്ചു കൊടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP വിജയിപ്പിച്ചു കൊടുത്തു. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയുടെ അനുഭവത്തിൽ 2 മണ്ഡലങ്ങളിലും എങ്കിലും സ്ട്രാറ്റജിക് വോട്ടിംഗ് നടന്നു. കേരളത്തിലാകെ അത് സംഭവിച്ചിട്ടുണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ ലക്ഷ്യം? ഇടതുപക്ഷത്തെ തകർത്താൽ മാത്രമേ, CPIMനെ തകർത്താൽ മാത്രമേ കേരളത്തിൽ BJPക്ക് വളരാൻ വേണ്ടി കഴിയൂ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ്റെ തുടക്കമാണ്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹം പരസ്യമായി ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് പിണറായി അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും CPIMനെ തകർക്കാനുള്ള പദ്ധതി സംഘപരിവാരം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ്. രാഹുൽ ഗാന്ധിക്കും എതിരായി കേസെടുത്തത് അത് കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചറിയാത്തത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം ഇത്തരമൊരു രാഷ്ട്രീയ വേട്ടക്കൊരു ഡീലുണ്ടാക്കിയത്. ഇത് CPIM എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള BJP കോൺഗ്രസ് ഡീലാണ്. എന്നാൽ ഡീൽ ആരോപണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തള്ളി. CPIMും BJPയും എപ്പോഴാണ് തെറ്റിയതെന്ന് ചെന്നിത്തല തിരിച്ചടിച്ചു. ഒരു സ്ഥിരം പല്ലവിയാണ് കോൺഗ്രസും BJPയും ചേർന്ന്. ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPIM എന്താണെന്നും എല്ലാവർക്കും അറിയാം. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ചന്തു, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട ഒരു വാക്കാണ് ഡീൽ. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ED റെയ്ഡ് വരുമ്പോഴും അതേ വാക്ക് തന്നെയാണ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കോൺഗ്രസും BJPയും തമ്മിൽ ഡീലിന്റെ ഭാഗമാണ് ഈ ED റെയ്ഡ് എന്ന് CPIM ആരോപിക്കുന്നു. കോൺഗ്രസ് അത് തള്ളുന്നു. രുചീഷ്, അങ്ങനെ തന്നെയാണ്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമായിരുന്നു ഈ ഡീൽ ആരോപണം. കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ CPIM മുന്നോട്ട് വച്ചിരുന്ന ആരോപണം. അതിൽ കഴിഞ്ഞ ദിവസം അവർ ഈ ആരോപണം കടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചു. അത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്ര വലിയൊരു വിജയം ആ സംസ്ഥാനത്ത് കോൺഗ്രസിന് ലഭിച്ചു, അതിൽ ഉണ്ടായ ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്കുള്ള ആരോപണമൊക്കെ കടുപ്പിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ ആരോപണങ്ങളൊക്കെ ഒരു വഴിക്ക് ചർച്ചയായി നിൽക്കുകയും വിവാദമായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു EDയുടെ റെയ്ഡ് ഉണ്ടാകുന്നത്. ആ റെയ്ഡ് വന്ന സാഹചര്യം കൂടി പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കൂടിക്കാഴ്ച നടത്തി ഇന്ന് പുലർച്ചെ തന്നെ ഇത്തരത്തിൽ EDയുടെ ഒരു പരിശോധന, സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുന്നു എന്ന് പറയുമ്പോഴും അതിൽ ലക്ഷ്യം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ റെയ്ഡ് ഏറ്റവും അധികം സമയം പുലർച്ചെ 6 മണി മുതൽ 8 മണിക്കൂറിലധികം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ, ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ ഈ പരിശോധന നീണ്ടത്. അദ്ദേഹത്തിൻ്റെ മകളുടെയും അദ്ദേഹത്തിൻ്റെയും അടക്കം മൊഴിയെടുക്കുന്ന നടപടികളിലേക്കൊക്കെ ED കടന്നു. സ്വാഭാവികമായും ഇതിൽ ഒരു ഡീൽ CPIM ആരോപിക്കുന്നു. ഡീൽ മാത്രമല്ല, ഇതൊരു ഈ VD സതീശനും പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് എന്ന് അവർ ആരോപണം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ CMRL കമ്പനി കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ EDക്ക് ഒരു പച്ചക്കൊടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ തന്നെ ഇത്ര വേഗത്തിലൊരു നടപടി ഉണ്ടായതെന്ന് പറയുമ്പോഴും ഇതിലൊരു രാഷ്ട്രീയ മാനം കാണേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം
നമുക്കറിയാം സംസ്ഥാനത്ത് ഇടത് സർക്കാർ EDയെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന ചർച്ച വളരെ സജീവമായി നിലനിർത്തിയിരുന്നു. കഴിഞ്ഞ പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു, അവരെ നോട്ടമിടുന്നു എന്ന തരത്തിലുള്ള ആരോപണം തെരഞ്ഞെടുപ്പിലടക്കം ചർച്ചാ വിഷയമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പെട്ടെന്ന് ഭരണമാറ്റം ഉണ്ടായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പിണറായി വിജയന്റെ വീട്ടിലടക്കം പരിശോധന നടത്തി കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ വീട്ടിലും അടക്കം ഇത്ര വേഗത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ പ്രതിപക്ഷം ഏത് തരത്തിൽ നോക്കിക്കാണുമെന്നത് ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ രുചീഷ് പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനം കേന്ദ്രത്തിൽ EDയെ ഇത്തരത്തിൽ BJP ഇതര സംസ്ഥാനങ്ങളിൽ ആയുധമാക്കാൻ വേണ്ടി കേന്ദ്രം ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തുമ്പോഴും ഇത് ഏത് രീതിയിൽ കോൺഗ്രസ് കേന്ദ്രത്തിലടക്കം വലിയ ചർച്ചാ വിഷയമായ സാഹചര്യത്തിൽ ഇതിൽ പ്രതികരണം നടത്തുമെന്ന കാര്യം ശ്രദ്ധേയമാണ്. കാരണം ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അടക്കം ഇവിടെ സംസ്ഥാനത്തെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചത് എന്തുകൊണ്ട് ED പിണറായി വിജയനിലേക്ക് എത്തുന്നില്ല എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം കൂടി ഈ നിലവിലെ സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന നിലയ്ക്ക് കൂടി ഇത് പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡീൽ ആരോപണം കൂടുതൽ ശക്തമാക്കുന്ന തരത്തിലേക്ക് CPIM ആരോപണം കടുപ്പിച്ചിരിക്കുന്നു. കാരണം ആ പ്രതിഷേധമൊക്കെ ആ തരത്തിൽ കൂടി കാണേണ്ടതുണ്ട്. കാരണം രാഷ്ട്രീയ ആയുധം എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി ഇത്തരത്തിൽ കരുതിക്കൂട്ടി നടത്തുന്ന ഒരു അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടൽ എന്ന തരത്തിലേക്ക് ആ പ്രതിഷേധങ്ങളുടെ ശക്തി അല്ലെങ്കിൽ വ്യാപ്തി കൂടി വന്നിരിക്കുന്നു. അത് വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് മാത്രമല്ല, അത് തിരുവനന്തപുരത്തോ കണ്ണൂരോ കോഴിക്കോടോ മാത്രമല്ല, ഡൽഹിയിൽ വരെ പ്രതിഷേധം ഉയർന്നു. ദേശീയ നേതാക്കൾ BJP ഇതര ദേശീയ നേതാക്കൾ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ കോൺഗ്രസ് ഇതര നേതാക്കളാണ് കൂടുതലും പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും അവർ പാർട്ടികൾക്കെതിരെ ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലൊരു ആക്ഷേപം കൂടി വരുന്നു. അതിൽ കോൺഗ്രസും കൂടി രാഷ്ട്രീയമായി തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഒരു ഡീൽ ആരോപണം ശക്തമായി തന്നെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നു. അത് തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുൻപും ഇപ്പോൾ ഈ ഒരു അന്വേഷണവും ഒക്കെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അത് രാഷ്ട്രീയ ആയുധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രുചിഷ്.